അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പാർട്ടാണ്. അതാണ് ഫുഡ് അഡിക്റ്റീവ്സ്. അപ്പം ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാം അല്ലെ, ഫുഡിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്, ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കും ഭക്ഷണത്തിൽ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യില്ലേ, ഇതെല്ലാം ഫുഡ് അഡിക്റ്റീവ്സ് ആണോ? അല്ല. അപ്പം ചില സാധനങ്ങൾ ചില പർപ്പസിനായിട്ട് നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫുഡ് അഡിക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഫുഡ് അഡിക്റ്റീവ്സ്? ആർ സബ്സ്റ്റൻസസ് ഇന്റൻഷനലി ആഡഡ് ടു ഫുഡ് ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ഇറ്റ് സേഫ്റ്റി, ഫ്രഷ്നെസ്, ടേസ്റ്റ്, ടെക്സ്ചർ ഓർ അപ്പിയറൻസ്. അതായത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ ഈ ഫുഡ് അഡിക്റ്റീവ്സ് ആണ്. ഇത് ന്യൂട്രിറ്റീവും ആകാം, നോൺ ന്യൂട്രിറ്റീവും ആകാം. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ബിരിയാണി എടുക്കും. അപ്പൊ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ്. നമ്മൾ ബിരിയാണി എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നോർമലി എന്താ ചേർക്കുന്നത്? അതിനകത്ത് അരി ചേർക്കും, അല്ലെങ്കിൽ ചിക്കൻ ചേർക്കും, പിന്നെ ബാക്കി എന്റെ മസാല സാധനങ്ങൾ, വെജിറ്റബിൾസ് ഇതൊക്കെ ചേർക്കും. ഓക്കെ, ഇതൊന്നും അഡിക്റ്റീവ്സ് അല്ല. പക്ഷെ ഇതിനകത്ത് അഡിക്റ്റീവ്സ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ ഫുഡ് കളർ ചേർക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഫുഡ് കളർ അവസാനം റൈസിന് ഒരു കളർ കിട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്നു. ഇതൊരു നോൺ ന്യൂട്രിറ്റീവ് സംഭവമാണ്. പക്ഷെ നമ്മളിപ്പോ സാഫ്രൺ അല്ലെ, ചിലയിടത്തൊക്കെ കുങ്കുമപ്പൂ ഒക്കെ ഇങ്ങനെ കലക്കിയിട്ടൊക്കെ ഒഴിക്കും. അതൊരു ന്യൂട്രിറ്റീവ്, കാരണം സാഫ്രണിന് ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പം ന്യൂട്രിറ്റീവോ നോൺ ന്യൂട്രിറ്റീവോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇത് എന്തിനാ ആഡ് ചെയ്യുന്നത്? അവിടെ ആഡ് ചെയ്യുന്നത് ഒരു കളർ കിട്ടാനാണ്. പിന്നെ ചിലർ അതുപോലെ തന്നെ ബിരിയാണിയിൽ എസൻസ് പോലത്തെ ആണ്. അതെന്തിനാ ആഡ് ചെയ്യുന്നത്? അത് ബിരിയാണിക്ക് ഒരു മണം കിട്ടാനാണ്. അപ്പൊ ഇതൊക്കെ ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നീ മണം കിട്ടാൻ, അല്ലെങ്കിൽ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ. അല്ലെങ്കിൽ നമ്മളിപ്പം ഈ ബേക്കറി പ്രോഡക്ട്സ് അങ്ങനത്തെ സാധനം ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചില സാധനങ്ങൾ ആഡ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് അതിന്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ കുറെ നാൾ പ്രിസർവ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ചേർക്കാം. പിന്നെ ടെക്സ്ചർ, അല്ലെ ഇപ്പൊ നമ്മൾ കേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എന്താ ബേക്കിംഗ് പൗഡർ ചേർക്കും അല്ലെ. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഒരു ഒരു ടെക്സ്ചർ അല്ലെ, ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വരാനുണ്ട്. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് അതാണ് ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ദീസ് ആർ സബ്സ്റ്റൻസസ് ഇന്റൻഷനലി ആഡഡ് ടു ഫുഡ് ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ഇറ്റ് സേഫ്റ്റി, ഫ്രഷ്നെസ്, ടേസ്റ്റ്, ടെക്സ്ചർ ഓർ അപ്പിയറൻസ്. ഓക്കെ, അടുത്തത് നമ്മുടെ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതൊരു ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഈ ഭക്ഷണങ്ങളുടെയൊക്കെ നമ്മുടെ നാട്ടിലിപ്പം ISI, അക്മാർക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഫുഡ് സ്റ്റാൻഡേർഡ് ആണ് ഈ കോഡെക്സ് അലിമെന്റാരിയസ്. അപ്പൊ ഇത് ഫോം ചെയ്തേക്കുന്നത് നമ്മള് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO-യും പിന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ചേർന്നിട്ടാണ്. ഏത് FAO ചേർന്നിട്ടാണ് നമ്മുടെ കോഡെക്സ് അലിമെന്റാരിയസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവര് പ്രകാരം ഫുഡ് അഡിക്റ്റീവ്സിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. എന്താണ്? A food additive means any substance not normally consumed as a food by itself and not normally used as a typical ingredient of food, whether or not it has nutritive value. അതായത് ഫുഡ് അഡിക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നു, അതിനകത്ത് മേജർ പങ്ക് ഫുഡ് അഡിക്റ്റീവ് ആണോ? അല്ല. അതിനകത്ത് നമ്മൾ വളരെ കുറച്ച് ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ ഈ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്താണ് ഇതിന് ഇനി ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ ഫുഡ് അഡിക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ഇന്റൻഷണൽ അഡീഷൻ ഓഫ് വിച്ച് ടു ഫുഡ് ഫോർ ദ ടെക്നോളജിക്കൽ ഇൻക്ലൂഡിംഗ് ഓർഗാനോലെപ്റ്റിക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ്. അതായത് നമുക്ക് കാണുമ്പം അല്ലെ, ഇപ്പൊ ഈ ഒരു ബോട്ടിലിനകത്ത് വെള്ളം ഇരിപ്പുണ്ട്. ഇതിപ്പം എന്താ സ്ലൈസിന്റെ ബോട്ടിലാണ്. അപ്പൊ ഇതിപ്പോ കാണുമ്പോൾ നമുക്ക് കുറച്ച് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. നേരെ മറിച്ച് ഇതിനകത്ത് ഇരിക്കുന്ന ആ വെള്ളത്തിന് ആ ഒരു എന്താ പറയുന്നത്, ഒരു യെല്ലോ കളർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് മെറിന്റെ ആണെന്നായിരിക്കും, മെറിന്റെ പ്ലെയിൻ വെള്ളത്തിന്റെ കളറിലാണ്. അതിനേക്കാളും കുറച്ചൊരു അപ്പീലിംഗ് എന്തായിരിക്കും നമുക്ക് ആ കളർ കിട്ടുമ്പോഴാണ്. അപ്പൊ നമ്മുടെ കളർ അതുപോലെ തന്നെ മണം കിട്ടുമ്പോൾ നമ്മുടെ മൂക്ക്, അപ്പൊ ഇതിനെയൊക്കെ അതായത് നമ്മൾ നാവിലേക്ക് വെക്കുമ്പോൾ രുചി, അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ ഓർഗൻസിനെയൊക്കെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഓർഗാനോലെപ്റ്റിക് അത് ഉദ്ദേശിക്കുന്നത്. പർപ്പസ് ഇൻ ദ മാനുഫാക്ചറിങ് അല്ലെ, മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് ചേർക്കാം, പ്രോസസ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം, പ്രിപ്പറേഷന്റെ സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്
ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്ന പോലെ അല്ലെങ്കിൽ കളേഴ്സ് ചേർക്കുന്ന പോലെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ചേർക്കാം. പാക്കേജിങ് അല്ലെ, പാക്കിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ലേസ് ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ പറയും പകുതി ഗ്യാസാണ്, ഭയങ്കര നഷ്ടമാണല്ലോ ഒരു പാക്കറ്റ് മേടിച്ചാൽ പകുതി ഗ്യാസാണ്. ഗ്യാസ് എന്താണ്, യൂഷ്വലി നമ്മൾ നൈട്രജൻ ആണ് ഇങ്ങനെ ഗ്യാസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് ആ ഒരു പ്രിസർവ് ചെയ്യുന്നതിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ആ പാക്കേജിങ്ങിൽ നൈട്രജൻ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓർ ഹോൾഡിംഗ് ഓഫ് സച്ച് ഫുഡ് റിസൾട്ട് ഓർ മേ റീസണബിളി ബി എക്സ്പെക്ടഡ് ടു റിസൾട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ ഇറ്റ് ഓർ പ്രോഡക്ട്സ് ബിക്കമിങ് എ കമ്പോണന്റ് ഓഫ് അതർവൈസ് അഫക്ടിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് ഫുഡ്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ഫുഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് വലിയ വ്യത്യാസമൊന്നും വരുത്താണ്ട്, പക്ഷെ എന്നാൽ എന്താണ് ഈ പറയുന്ന പോലുള്ള സാധനങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതായത് ക്യാരക്ടറിസ്റ്റിക്സിന് ചിലപ്പോൾ ചേഞ്ച് വരാം, ചിലപ്പോൾ ചേഞ്ച് വരാണ്ടില്ല. നമ്മളിപ്പോ ഒരു കളർ ആഡ് ചെയ്യുവാണെങ്കിൽ വേറെ എന്തെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല, കളർ മാത്രമേ മാറുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മളിപ്പം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു ടെക്സ്ചർ മാറുന്നുണ്ട് അല്ലെ. അപ്പം മേ നോട്ട് അഫക്ട് ദ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്ത് വരില്ല, ഫുഡ് അഡിറ്റീവ്സിൽ എന്തൊക്കെ വരത്തില്ല? കണ്ടാമിനൻസ് വരത്തില്ല അല്ലെ. അതുപോലെ തന്നെ ഈ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഹെർബ്, സ്പൈസസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ല. അപ്പൊ the term does not include contaminants or substances added to food for maintaining or improving nutritional qualities. അതായത് ഇപ്പൊ കണ്ടാമിനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു ഗോഡൌണില് ഗ്രെയിൻസ് സൂക്ഷിക്കുക അല്ലെ, ധാന്യങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ പെസ്റ്റിനെയൊക്കെ ഓടിക്കാനായിട്ട് നമ്മൾ മാനത്തിയൻ പോലത്തെ സ്പ്രേ ചെയ്യും. ഇത് ഫുഡിൽ സ്പ്രേ ചെയ്യുന്നതല്ലേ മിനിമം ക്വാണ്ടിറ്റി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇതൊരു ഫുഡ് അഡിറ്റീവ് അല്ല. ഓക്കെ, അതൊരു എന്താണ് പറയുന്നത്, പെസ്റ്റിസൈഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം അത് ഇതിൽ വരില്ല. ഓർ സബ്സ്റ്റൻസസ് ആഡഡ് ടു ഫുഡ് ഫോർ മെയിൻറ്റെയിനിങ് ഓർ ഇംപ്രൂവിംഗ് ന്യൂട്രീഷണൽ ക്വാളിറ്റീസ്. അതായത് ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ സ്പൈസസ് ആഡ് ചെയ്യുന്നു. അതെന്താണ്, അത് നമ്മുടെ ഫുഡ് അഡിറ്റീവ്സിൽ വരില്ല. Food additives are intentionally added to food and must be safe for a lifetime of consumption based on current toxicological evaluation. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ പോലും ഇതിനൊരു സെറ്റ് ലിമിറ്റ് ഉണ്ട്. അതായത് ഓരോ സാധനങ്ങളും ഇത്ര എമൗണ്ടിൽ കൂടുതലാവാൻ പാടില്ല. അതായത് നമ്മുടെ ഹ്യൂമൻ കൺസംഷന് അല്ലെങ്കിൽ മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റ് ലിമിറ്റിന്റെ ഉള്ളിൽ മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. Okay. Food additives does not include contaminants like pesticide residues, metallic contamination, mycotoxins, etc. and substances like herbs, spices, etc. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഫുഡ് അഡിറ്റീവ്സിൽ വരില്ല. ഇനി നമുക്ക് വേറൊരു ഡെഫിനിഷൻ നോക്കാം. നമ്മളിപ്പം നേരത്തെ പറഞ്ഞത് കോഡെക്സ് എലിമെന്റാരിയസിന്റെ ആ ഒരു ഡെഫിനിഷൻ ആയിരുന്നു. ഇനി ആദ്യ ഡെഫിനിഷൻ ഗിവൻ ബൈ ഫുഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇൻ 1959. ഓക്കെ, 1959 സ്ഥാപിച്ച നാഷണൽ അക്കാഡമി ഓഫ് സയൻസിന്റെ ഫുഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഈ ഫുഡ് അഡിറ്റീവ്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു. അതെന്താണ്? ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഓർ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെ. ഒരു സബ്സ്റ്റൻസ് ആവാം, മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ് ആവാം. ഇപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കളർ ചേർക്കുന്നുണ്ട്, എസൻസ് ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ പല സാധനങ്ങളാണ്. അപ്പൊ ഒരു സാധനം വേണമെങ്കിൽ മാത്രമാവാം. അതർ ദാൻ ദ ബേസിക് ഫുഡ് സ്റ്റെപ്പ് അല്ലെ, ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫുഡ് സ്റ്റെപ്പ് അല്ലാണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ഫുഡ് ആസ് എ റിസൾട്ട് ഓഫ് എനി ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ, പ്രോസസിങ്, സ്റ്റോറേജ് ഓർ പാക്കിംഗ്. ഇത് നമ്മൾ ഫുഡിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പം ഒരു ലേസ് കവർ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് എന്താണ്, ആ നൈട്രജന്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു പിക്കിള് വാങ്ങുമ്പോൾ എന്താണ്, അതിനകത്ത് അസറ്റിക് ആസിഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സോർബിക് ആസിഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ ആ ഫുഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് ടേം ഡസ് നോട്ട് ഇൻക്ലൂഡ് ചാൻസ് കണ്ടാമിനേഷൻ. ചാൻസ് കണ്ടാമിനേഷൻ വെച്ചാൽ നമ്മൾ ഈ ക്രോസ് കണ്ടാമിനേഷൻ എന്നൊക്കെ പറയത്തില്ല. അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും വേറൊരു ഫുഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട്, ചിലപ്പോൾ ഒരു നോൺ വെജ് സംഭവമായിരിക്കും, അതുകൊണ്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് ഈ ഫുഡിനകത്ത് ചെറിയൊരു എമൗണ്ട് കണ്ടാമിനേഷൻ വരും. അപ്പൊ അത് വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് കണ്ടാമിനേഷൻ ആണ്. അപ്പൊ ഈ ചെറിയ രീതിയിലുള്ളതല്ലേ എന്ന് വെച്ചിട്ട് നമുക്ക് അത് ഫുഡ് അഡിറ്റീവ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഫുഡിൽ വരുന്നതാണ്, പക്ഷെ അതൊരു കണ്ടാമിനേഷൻ ആണ്. കണ്ടാമിനേഷൻ അല്ല, കാര്യം നമ്മളിത് പർപ്പസ്ഫുള്ളി ഫുഡിന്റെ കുറച്ച് ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാസ്. എന്താണ് ഗ്രാസ്? ഇവിടുത്തെ ഗ്രാസ് സ്പെല്ലിംഗ് നോക്കണം. GRAS എന്ന് വെച്ചാൽ എന്താണ്? ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്. അതായത് പൊതുവെ നമുക്ക് സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് കരുതപ്പെടാവുന്നവ, അതാണ് ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം in 1958 all food additives were put on generally recognized as safe GRAS list which is established by FDA. FDA എന്താണ്? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അവര് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ ഗ്രാസ് ലിസ്റ്റ്. ഗ്രാസ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് കേട്ടോ, ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ.
ഓക്കെ. അപ്പൊ ഇതിനകത്ത് 1958 കൊണ്ടുവന്ന ഗ്രാഫ് ലിസ്റ്റിൽ ഒരുവിധപ്പെട്ട നമുക്ക് സേഫ് ആയിട്ട് കരുതപ്പെടുന്ന അല്ലെങ്കിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന എല്ലാ ഫുഡ് അഡിറ്റീവ്സിന്റെയും ലിസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്, അല്ലെ നമ്മുടെ വിനെഗർ പോലത്തെ, ബേക്കിംഗ് സോഡ, സിട്രിക് ആസിഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് ഗ്രാഫ് ലിസ്റ്റിൽ പെടുന്ന സാധനങ്ങളെയാണ്. ഇനി അടുത്ത ഫങ്ഷൻസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ്. നമ്മൾ ഓൾറെഡി കണ്ടു ഫങ്ഷൻസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് എന്താണെന്ന്. എന്ത്? ടു എൻഹാൻസ് ഓർ പ്രിസർവ് ന്യൂട്രിറ്റീവ് വാല്യൂ, അല്ലെ ന്യൂട്രിറ്റീവ് വാല്യൂ പ്രിസർവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ. ടു ഇംപ്രൂവ് ദ ഫ്ലേവർ ഓർ കളർ ഓഫ് ദ ഫുഡ്, ആ ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു അരോമ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കളർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ടു ഇൻക്രീസ് ദ ഷെൽഫ് ലൈഫ് ആൻഡ് പ്രിവെന്റ് സ്പോയിലേജ്, അല്ലെ നമ്മളിപ്പോ പിക്കിള്, ജാം അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്ക് വന്ന് സ്പോയിലേജ് കുറയ്ക്കാനായിട്ടും. ആസ് ലെവനിങ് ഏജന്റ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിട്ടുവരിക എന്ന് പറയത്തില്ല. അതായത് ഈ സാധനം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുവരും, ഇല്ലെങ്കിൽ അത് ഒട്ടിയിരിക്കും. അപ്പം ലെവനിങ് ഏജന്റ്സ്. ടു കൺട്രോൾ ദ അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റിനെ അല്ലെങ്കിൽ അസിഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ. ഇതിനെല്ലാമാണ് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫുഡ് അഡിറ്റീവ്സിന്റെ ഫങ്ഷൻസ്. എന്തൊക്കെയുണ്ട്? Preserve or enhance nutritive value, improve the color or flavor of the food, increase the shelf life, prevent spoilage as leavening agents, to control the acidity or alkalinity of the food. ഓക്കെ. അടുത്തത് ഈ കോഡ്. ഈ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മള് ലേബലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ഫുഡിന്റെ ഒക്കെ, അതായത് നമ്മൾ ഈ പ്രോസസ്ഡ് ആയിട്ട് വരുന്ന പാക്കറ്റ് ഫുഡിന്റെ ഒക്കെ പാക്കില് ഈ കളേഴ്സ് കൊടുത്തിട്ട് കളർ കൊടുക്കത്തില്ല. കുറെ കളറുകളുണ്ട്. ഇപ്പൊ എന്താ സൺസെറ്റ് യെല്ലോ, അല്ലെങ്കിൽ ബ്രില്യൻ ബ്ലൂ, കാർമസി എന്നൊക്കെ പറഞ്ഞിട്ട് പല കളറുകളുണ്ട്. നമ്മൾ പാക്കറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കളർ സൺസെറ്റ് യെല്ലോ എന്ന് അവർ കൊടുത്തില്ല. പകരം ഇതിന്റെ കോഡ് എന്താണ്? അതാണ് കളറിംഗ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കളറിംഗ് ഏജൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഒരു ഈ കോഡ് കൊടുത്തേക്കും. നമ്മൾ പാക്കറ്റിൽ അതൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്ന കൺട്രീസിലുള്ള ഫുഡ് പാർട്ടിക്കിൾസ് വരുന്ന ഒരു കോഡായിരുന്നു ഈ കോഡ്. ഓക്കെ. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്ന കൺട്രീസ് ഏതാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ അങ്ങനത്തെ കൺട്രീസിലൊക്കെ ഈ കോഡുകൾ വ്യാപകമായിട്ട് അവരുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ ഈ ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഫുഡിന്റെ പാക്കറ്റ്സിൽ അവർ യൂസ് ചെയ്തു. ദ കോഡ് ഇൻഡിക്കേറ്റ്സ് ആൻ ഇൻഗ്രീഡിയന്റ് വിച്ച് ഈസ് സം ടൈപ്പ് ഓഫ് ഫുഡ് അഡിറ്റീവ്, അതായത് എന്തോ ടൈപ്പ് ഓഫ് ഫുഡ് അഡിറ്റീവിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോ ഈ കോഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ 100 മുതൽ ഈ 199 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിസർവേറ്റീവ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പം ഈ 300 മുതൽ ഈ 399 എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റി ഓക്സിഡൻസ് ആണ്. അല്ലെ ഇപ്പൊ നമ്മുടെ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാറിൽ തടയാനായിട്ട് നമുക്കറിയാം. ഇപ്പൊ ലേസ് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒക്കെ ചിപ്സ് പാക്കറ്റുകളൊക്കെ ഒരുപാട് നാൾ പഴക്കമുള്ളതായിരിക്കും. എന്നാൽ ചിലപ്പോൾ 6-7 മാസമൊക്കെ ഇരുന്നാൽ പോലും നമ്മൾ അവരുടെ അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറിൽ കാണത്തില്ല. കാര്യം എന്താ? ഇത് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്ത. നേരെ മറിച്ച് നമ്മുടെ ഇവിടെ ലോക്കലായിട്ടുള്ള ഇപ്പം ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീയിലൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ മൈക്രോ യൂണിറ്റുകളുടെയൊക്കെ ഈ ഇങ്ങനെ ഈ ഓയിലിലൊക്കെ വറുത്തിട്ടുള്ള ചിപ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കാറിൽ വരും. അവരത് ഓയിൽ വറുക്കുന്നില്ല, അവർ ആന്റി ഓക്സിഡന്റും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ. അതാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പൊ കോഡ് ഇൻഡിക്കേറ്റ്സ് ആൻ ഇൻഗ്രീഡിയന്റ് വിച്ച് സം ടൈപ്പ് ഓഫ് ഫുഡ് അഡിറ്റീവ്, എന്തോ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് അഡിറ്റീവ് ആണ്. അപ്പം ആന്റി ഓക്സിഡന്റിന്റെ കാര്യം പറയാൻ നമ്മുടെ 300 to 399 ആ റേഞ്ചിൽ വരുന്നതാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് വെച്ചാൽ. അപ്പൊ ഈ ആന്റി ഓക്സിഡൻസിന്റെ പർപ്പസ് ഇതാണ്. അതുപോലെ ഈ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇസ് എ യൂറോപ്യൻ യൂണിയൻ അപ്രൂവ്ഡ് ഫുഡ് അഡിറ്റീവ്. അപ്പം ഈ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ 123 അല്ലെങ്കിൽ ഈ 143 എന്ന് പറഞ്ഞ് വരുമ്പോൾ എന്തായിരിക്കും? അത് ചിലപ്പോൾ ഒരു കളറിംഗ് ഏജന്റ് ആയിരിക്കും, അല്ലെ? അപ്പം ഫസ്റ്റ് വരുന്നത് കളറിംഗ് ഏജന്റ് ആണ്. അപ്പം ഈ 143 എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കളറിംഗ് ഏജന്റ് ആണ്. അപ്പം കളറിംഗ് ഏജന്റ് ഈ എന്ന് വെച്ചാൽ എന്താണ്? ഈ റെപ്രസെന്റ് യൂറോപ്യൻ യൂണിയൻ അപ്രൂവ്ഡ് ഫുഡ് അഡിറ്റീവ് ആണ്. അപ്പൊ അത് നമുക്ക് അപ്രൂവ് ചെയ്ത സാധനമാണ്, നമുക്ക് യൂസ് ചെയ്യാം. However, other countries are different food labeling and laws. വേറെ കൺട്രീസിനൊക്കെ വേറെ ഫുഡ് ലേബലിംഗ് ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, കാണിച്ചു തരാം. ഇതിനകത്ത് നോക്കൂ, ഇതാണ്ട് BHA എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തേക്കുന്നുണ്ടോ റൗണ്ടില്? അതെന്താണ്? അത് നമ്മുടെ അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒരു ആന്റി ഓക്സിഡന്റ് സാധനമാണ് BHA എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ ഇതാണ്ട് നോക്കൂ, ഇതിൽ തന്നെ ഈ 14222 എന്ന് പറഞ്ഞ സാധനം കൊടുത്തേക്കുണ്ട്. പക്ഷെ അത് 4 വരുന്നുണ്ട്, അല്ലെ? 1000 വരുന്നുണ്ട്. അപ്പൊ അതൊരു സ്റ്റാർച്ച് മോഡിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഫുഡ് കളേഴ്സ് ഉണ്ട്. പെർമിറ്റഡ് FD ആൻഡ് C കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്താണ്? ഒരു E102 ടാർട്രസിൻ യെല്ലോ നമ്പർ 5 ആൻഡ് E1. ചിലപ്പോൾ ഈ ടാർട്രസിൻ യെല്ലോ എന്നുള്ളത് കൊടുക്കണമെന്നില്ല, E102 എന്ന് മാത്രം കൊടുത്തേക്കാം. അല്ലെങ്കിൽ E120 എന്താണ്? ഇവിടെ അലൂറ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഇവിടെ വൈറ്റമിൻ E എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു
എന്താ പറയാ ഇതിന്റെ കോഡും കൂടി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോന്നിന്റെ കോഡുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഓരോന്നിന്റെ കോഡുകൾ. അപ്പൊ ഇവിടെ എന്താണ് ഈ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 100 മുതൽ 199 വരെയുള്ള റെപ്രസെന്റ് ചെയ്യുന്നത് കളറിംഗ് ഏജന്റ് ആണ്. അല്ലെങ്കിൽ ഈ 100 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ 100 റേഞ്ചിൽ വരുന്നത് കളറിംഗ് ഏജന്റ്സ് ആണ്. 200 ടു 299 എന്താണ് പ്രിസർവേറ്റീവ്സ് ആണ് കേട്ടോ, പ്രിസർവേറ്റീവ്സ് ആണ്. ഈ 300 ടു 399 എന്ന് പറഞ്ഞു വരുന്നത് ആന്റി ഓക്സിഡന്റ്സ് ആണ്. ഞാൻ നേരത്തെ 100 ടു 199 പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു അല്ലെ, കളറിംഗ് ഏജന്റ്സ് ആണ്. ഈ 200 ടു 299 പ്രിസർവേറ്റീവ്സ് ആണ്. ഈ 300 ടു 399 ആന്റി ഓക്സിഡന്റ്സ് ആണ്. ഈ 400 ടു ഈ 499 തിക്കണേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ജെല്ലിംഗ് ഏജന്റ്സ് ആൻഡ് എമൾസിഫയേഴ്സ് ആണ്. ഈ 500 ടു 599 ഏജന്റ്സ് ഫോർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 600 ടു 699 ഫ്ലേവർ എൻഹാൻസേഴ്സ് ആണ്. അപ്പൊ ചിലപ്പോ ഈ ഒരു എന്താ റേഞ്ച് കൊടുക്കണമെന്നില്ല. ഈ 100 എന്ന് ചോദിച്ചാൽ തന്നെ അത് കളറിംഗ് ഏജന്റ്, ഈ 200 പ്രിസർവേറ്റീവ്സ്, ഈ 300 ആന്റി ഓക്സിഡന്റ്സ്, ഈ 400 തിക്നെസ് സ്റ്റെബിലൈസേഴ്സ്, ജെല്ലിംഗ് ഏജന്റ്സ്, എമൾസിഫയേഴ്സ്, ഈ 500 ഏജന്റ്സ് ഫോർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ 600 ഫ്ലേവർ എൻഹാൻസേഴ്സ്. അപ്പം ആ ഫസ്റ്റ് നമ്പർ മാത്രം കൊടുത്താൽ ആ ഒരു റേഞ്ച് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അപ്പം ഇതങ്ങ് പഠിക്കണം കേട്ടോ, കാര്യം ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ 143 അല്ലെങ്കിൽ ഈ 168 അതിൽ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് താഴെ പറയുന്നത്. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് കളർ ചോദിക്കണമെന്നില്ല, എന്നാൽ പോലും ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഗ്രൂപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 100 ടു 199 കളറിംഗ് ഏജന്റ്സ് ആണ്. 200 ടു 299 പ്രിസർവേറ്റീവ്സ് ആണ്. 300 റേഞ്ച് ആന്റി ഓക്സിഡന്റ്സ് ആണ്. 400 റേഞ്ച് എന്താണ് 400 ആണ്. അപ്പൊ 4 ഉണ്ട്. അപ്പൊ തിക്കണേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ജെല്ലിംഗ് ഏജന്റ്സ്, എമൾസിഫയേഴ്സ്. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം കുറച്ചൊരു എന്താ പറയുന്നത് കുറച്ച് കട്ടിയാകുന്ന സാധനങ്ങളാണ്. അപ്പം ഈ 400 4 വരും. 500 എന്ത് വരും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഈ 600 റേഞ്ചിൽ എന്ത് വരും ഫ്ലേവർ എൻഹാൻസേഴ്സ് വരും. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ കോഡ് നമ്പേഴ്സ് ആണ്. അത് നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങ് പഠിച്ചു വെച്ച് പോവുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് അഡിറ്റീവ്സ്. അപ്പൊ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞത് എന്താണ് കോഡ്സ് ആണ് പറഞ്ഞത്, ഈ കോഡാണ് പറഞ്ഞത്. ഇനി അടുത്തത് അഡിറ്റീവ്സിന്റെ ടൈപ്പ് പറയുന്നു. അപ്പൊ അത് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ് വേർഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ സിന്തറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പൊ നാച്ചുറൽ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട്, ലാംഗോസൈൻ ആ ഒരു കളർ ഉണ്ട്. ക്യാരറ്റില് ക്യാരോട്ടിൻ ആ ഒരു യെല്ലോയിഷ് ഒരു ഓറഞ്ച് കളർ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇപ്പൊ ഗ്രീൻ ലീവ്സിനകത്തുള്ള കളേഴ്സ്. അപ്പൊ അങ്ങനെ പല കളേഴ്സ് ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതിനും ലേബലിംഗ് കൊടുക്കണം. ഈ ഇന്ന ഇപ്പൊ ബീട്രൂട്ട് ജ്യൂസ് ചെയ്തെടുക്കുന്ന കളറിന് എന്താണ് ഈ 162 എന്ന് പറയുന്നു. എന്നിട്ട് അതൊരു കളർ ഗേജിനായിട്ട് യൂസ്. അപ്പൊ അതൊരു നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന കളറാണ് അല്ലെ. ഫൗണ്ട് നാച്ചുറലി സച്ച് ആസ് എക്സ്ട്രാക്ട് ഫ്രം ബീട്രൂട്ട് ജ്യൂസ് ഈ 162 യൂസ്ഡ് ആസ് എ കളറിംഗ് ഏജന്റ്. ഇനി അടുത്ത മാൻമെയ്ഡ് വേർഷൻ ഉണ്ട്. മാൻമെയ്ഡ് വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ അതിന്റെ മനുഷ്യനിർമ്മിത ഫോം. ഇപ്പം ഒരു ഉദാഹരണം പറയാമെങ്കിൽ എന്താ പറയാ, നമ്മുടെ നമ്മൾ +1 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ആൽക്കഹോളും ആസിഡും ചേർന്നിട്ട് അല്ലെ, ആൽക്കഹോളും ആസിഡും അല്ലെ, ആൽക്കഹോളും ആസിഡും ചേർന്നിട്ട് എസ്റ്റേഴ്സ് ഫോം ചെയ്യും. ഈ എസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതിന് ബനാന ഫ്ലേവേർഡ് എസ്റ്റർ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഫ്ലേവേർഡ് എസ്റ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എസ്റ്റേഴ്സും അതിന്റെ പേരും എന്ത് ഫ്ലേവർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും അത് പൈനാപ്പിളിൽ നിന്ന് എടുത്തതാണോ? അല്ല, പക്ഷെ പൈനാപ്പിൾ ഇപ്പൊ ഇത് ബ്യൂട്രേറ്റ് ആണെന്ന് തോന്നുന്നു പൈനാപ്പിളിന്റെ ഫ്ലേവർ. അപ്പം ഇതേ ബ്യൂട്ടേഡ് ഒക്കെ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അപ്പം ഈ പൈനാപ്പിളിന്റെ ഫ്ലേവർ ഞാൻ പൈനാപ്പിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നില്ല. ഇവിടെ ആൽക്കഹോളും ആസിഡും കൂടെ ഫോം ചെയ്ത ഒരു എസ്റ്റർ, അതിന് പൈനാപ്പിൾ ഫ്ലേവർ ഉള്ളത് കൊണ്ട് നമ്മൾ അത് അങ്ങനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് മാൻമെയ്ഡ് വേർഷൻ ഓഫ് ദ നാച്ചുറൽ ഫോം ആണ്. അതായത് ആക്ച്വലി അങ്ങനെ ഒരു മണം ഉണ്ട്, പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ട്, അത് നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം സിന്തറ്റിക് ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് സബ്സ്റ്റൻസസ് ഫൗണ്ട് നാച്ചുറലി. അപ്പം നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ സിന്തറ്റിക് കോപ്പീസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. സച്ച് ആസ് ബെൻസോയിക് ആസിഡ്, അത് ഈ 210 ആണ്. എന്താണ് നമ്മൾ പഠിച്ചു 200 റേഞ്ച് എന്താണ് പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ ബെൻസോയിക് ആസിഡ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്. ഓക്കെ, അടുത്തത് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നാച്ചുറലോട് യാതൊരു ബന്ധവുമില്ല. നാച്ചുറലി അങ്ങനെ ഒരു സംഭവം അവൈലബിൾ അല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ് അല്ലെ. അപ്പൊ പ്രൊഡ്യൂസ്ഡ് സിന്തറ്റിക്കലി നോട്ട് ഫൗണ്ട് നാച്ചുറലി സച്ച് ആസ് നിസിൻ. നിസിൻ എന്താണ് ഈ 234, അത് 200 റേഞ്ച് എന്താണ്, അതും പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ സം ഡയറി പ്രോഡക്ട്സ് ആൻഡ് ഇൻ സെമോളിന ആൻഡ് ടപ്പിയോക്ക പുഡിങ്സ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. സെമോളിന എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു, സേമിയ ഉണ്ടാക്കുന്ന സാധനമില്ല, അത് ടപ്പിയോക്ക പുഡിങ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം ഇതൊക്കെയാണ് അഡിറ്റീവ്സ്. നാച്ചുറലും മാൻമെയ്ഡ് വേർഷനും ആർട്ടിഫിഷ്യലും ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. മാൻമെയ്ഡ് വേർഷനും ആർട്ടിഫിഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ ഒറിജിനലിന്റെ തന്നെ സിന്തറ്റിക് കോപ്പി ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ കംപ്ലീറ്റ്ലി സിന്തറ്റിക് ആയിട്ടുള്ളത്. അതിന് നാച്ചുറൽ ഐഡന്റിക്കൽ കാണാനായിട്ട് പറ്റില്ല. അതാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് നമുക്കുണ്ട്. അപ്പൊ നോക്കാം. പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് കൂട്ടാൻ യൂസ് ചെയ്യുന്നത്. കളേഴ്സ് ഉണ്ട്, കളർ ആഡ് ചെയ്യാൻ. അസിഡിറ്റി റെഗുലേറ്റേഴ്സ് ഉണ്ട്, അതായത് അസിഡിറ്റി ആൽക്കലിനിറ്റിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ. ഇതിൽ അസിഡിറ്റി റെഗുലേറ്റേഴ്സിൽ തന്നെ അസിഡുലൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ചില ഇത് മാംഗോ ബൈറ്റിന്റെ മിഠായി അല്ലെ, അപ്പൊ അത് ആ മധുരത്തിന്റെ കൂടെ പുളിയും കൂടി ഉള്ളത് കൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം അസിഡുലൻസ് എന്ന് വെച്ചാൽ ഒരു അസിഡിറ്റി ഇമ്പാർട്ട് ചെയ്യും ഫുഡിന്, അതാണ് അസിഡുലൻസ്. പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇപ്പൊ ചിപ്സ് പോലത്തെ സാധനങ്ങൾക്കകത്തൊക്കെ റാൻസിഡിറ്റി എന്ന് പറയുന്നത്, അതായത് ആ ഒരു കാറൽ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വെളിച്ചെണ്ണ ആട്ടുന്നവരൊക്കെ അറിയാൻ പറ്റും. ഇത് വെളിച്ചെണ്ണ നമ്മള് ആട്ടിക്കൊണ്ട് വന്നിട്ട് ശേഷം എന്താ മില്ലിൽ കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് കുപ്പികളിലേക്ക് മാറ്റാൻ പറയും, ഇല്ലെങ്കിൽ ഇരുന്ന കാറിൽ വരുമെന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഓക്സിഡേഷൻ ആക്ടിവിറ്റി നടന്നിട്ട് ആ എണ്ണയ്ക്ക് അവിടിച്ചാ വരും, റാൻസിഡിറ്റി വരും. അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ ചിപ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആന്റി കേക്കിംഗ് ഏജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കട്ട പിടിക്കുക അല്ലെ, കട്ട പിടിക്കാണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ ഉള്ള ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടയായിട്ട് തട്ടിയിടും. അപ്പൊ ഇതിനകത്തൊക്കെ എന്താണ് ആന്റി കേക്കിംഗ് ഏജൻസ് ആഡ് ചെയ്യും. ആന്റി ഫോമിംഗ് ഏജൻസ്, ഇങ്ങനെ പതഞ്ഞു പൊങ്ങാതിരിക്കാനായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ചിലത് തിളപ്പിക്കുമ്പോൾ പതഞ്ഞു പോകും. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്, നമുക്കറിയാം ഈ എന്താ പറയുക അസ്പാർട്ടേറ്റ് പോലത്തെ അല്ലെങ്കിൽ സാക്രൈഡ് പോലത്തെയൊക്കെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്സസ്, അല്ലെങ്കിൽ സൂക്രോസിന് പകരം യൂസ് ചെയ്യുന്നത്. എൻസൈംസ് ഉണ്ട് അല്ലെ, ഇപ്പൊ നമ്മുടെ ചീസ് മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന എമൾസിഫയേഴ്സ് ഉണ്ട്. എമൾസിഫയേഴ്സ് രണ്ട് കൊളോയിഡ്സ് നമ്മൾ ജോയിൻ ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. അപ്പൊ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഇതായിട്ട് ഫോം ചെയ്തെടുക്കാം. അതാണ് എമൾസിഫയേഴ്സ്. എമൾസിഫൈങ് ഏജൻസ്, ഫ്ലേവേഴ്സ്, ഫ്ലേവർ എൻഹാൻസേഴ്സ്, ഉള്ള ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യാം. മോഡിഫൈഡ് സ്റ്റാർച്ച്, പിന്നെന്താണ് ഫോസ്ഫേറ്റ്സ് ഉണ്ട്, സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്, തിക്കണിങ് ആൻഡ് ജെല്ലിങ് ഏജൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഫുഡ് അഡിറ്റീവ്സിൽ വരുന്ന സാധനങ്ങളാണ്. എന്തൊക്കെയുണ്ട്? പ്രിസർവേറ്റീവ്സ്, കളേഴ്സ്, അസിഡിറ്റി റെഗുലേറ്റേഴ്സ്, ആന്റി ഓക്സിഡന്റ്സ്, ആന്റി കേക്കിംഗ് ഏജൻസ്, ആന്റി ഫോമിംഗ് ഏജൻസ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, എൻസൈംസ്, എമൾസിഫയേഴ്സ്, എമൾസിഫൈങ് ഏജൻസ്, ഫ്ലേവേഴ്സ്, ഫ്ലേവർ എൻഹാൻസേഴ്സ്, മോഡിഫൈഡ് സ്റ്റാർച്ച്, ഫോസ്ഫേറ്റ്, സ്റ്റെബിലൈസേഴ്സ്, തിക്കണിങ് ആൻഡ് ജെല്ലിങ് ഏജൻസ്. അപ്പൊ ഇത് ഓരോന്ന് നമ്മൾ പഠിക്കും. ഓരോന്നിനകത്ത് എക്സാമ്പിൾ പഠിക്കും. ഈ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ നമ്മൾ എവിടേക്കാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ അഡിറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് പഠിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പ്രിസർവേറ്റീവ്സ് ആണ്. പ്രിസർവേറ്റീവ്സ് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ഫുഡ് എന്താ പറയാ, ഇപ്പം ഡീകമ്പോസിഷൻ തടയാൻ, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ പ്രിസർവേറ്റീവ്സ് എന്ന് വെച്ചാൽ. അതായത് ഈ സബ്സ്റ്റൻസ് വിച്ച് വെൻ ആഡഡ് ടു ഫുഡ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഹിബിറ്റിംഗ്, റിട്ടാർഡിംഗ് or arresting the process of fermentation, acidification or other decomposition of food. അല്ലെ, ഫുഡിൽ ഫെർമെന്റേഷൻ വരാം, അസിഡിഫിക്കേഷൻ വരാം, അല്ലെ പുളിക്കാം, അതിനകത്തുള്ള സബ്സ്റ്റൻസുകളൊക്കെ പുളിക്കാം, ആസിഡ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കാം. അപ്പൊ ഈ രീതിയിലെല്ലാം എന്താണ് ഫുഡ് ചീത്തയാവണം. അപ്പം ഫുഡിനെ ചീത്തയാവണം പ്രിസർവ് ചെയ്യുക, അതിനുവേണ്ടി ആഡ് ചെയ്യുന്നതാണ് പ്രിസർവേറ്റീവ്സ്. ഈ പ്രിസർവേറ്റീവ്സ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. ഓക്കെ, ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് എന്താണ്? അതെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആണ്. ഓക്കെ, എന്താണ്? അതായത് നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറെ കണ്ണിമാങ്ങ ഉണ്ട്. ഓക്കെ, മാങ്ങയുടെ സീസൺ വരുമ്പോൾ കുറെ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കും അല്ലെ, ഉപ്പിലിട്ട് വെക്കുക. അപ്പൊ ഉപ്പെന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രിസർവേറ്റീവ്. ഇത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെയുള്ള ഷുഗർ അല്ലെ, ഷുഗർ എന്നൊക്കെ വെച്ചാൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഷുഗർ സൊല്യൂഷനിൽ ഇട്ടിട്ട് അതിനെ അങ്ങനെ ട്രൈ ചെയ്ത് സൂക്ഷിക്കും, കാൻഡീഡ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡെക്സ്ട്രോസ് ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, വിനെഗർ ഓർ അസറ്റിക് ആസിഡ്, ഹണി, എഡിബിൾ വെജിറ്റബിൾ ഓയിൽ. അപ്പൊ ഇതൊക്കെ ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് ആണ്. എന്താണ്? നാച്ചുറൽ സോഴ്സസിൽ നിന്ന് കിട്ടിയിട്ട് നമ്മൾ പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ക്ലാസ് 1. ക്ലാസ് 2 എന്തായിരിക്കും? ഇത് നാച്ചുറൽ ആണ്, മറ്റേത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ളത്. ദേ ആർ ഒബ്റ്റെയിൻഡ് ബൈ കെമിക്കൽ ഡെറിവേഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അതായത് കെമിക്കലി ഫോം ചെയ്യുന്ന സാധനങ്ങളാണ്. അതിലെന്തൊക്കെ വരും? ബെൻസോയിക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട്, നമ്മുടെ സോഡിയം ബെൻസോയിറ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ
benzoic acid and its salt, sulfurous acid and its salt, nitrates or nitrates of sodium or potassium, sorbic acid, propionates of calcium, sodium, lactic acid, nisin, methyl propyl parahydroxy benzoate, sodium diacetate. അപ്പൊ ഇതൊക്കെ ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ആണ്. ഇത് ഫുള്ള് കാണാതെ പഠിച്ചില്ലെങ്കിലും ഇത് നമ്മൾ വായിച്ചിട്ട് കേൾക്കുമ്പോൾ ഇത് ഒരു ക്ലാസ് 2 പ്രിസർവേറ്റീവ് ആണ്. ഇതൊരു പ്രിസർവേറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ക്ലാസ് 2 ആണെന്നുള്ളത് ഓഫ് കോഴ്സ് നമുക്ക് അറിയാൻ പറ്റും, നാച്ചുറൽ അല്ല. അപ്പം ക്ലാസ് 2 ആണെന്ന് മനസ്സിലാക്കുക. അപ്പം പ്രൊപ്പൈൽ പാരാഹൈഡ്രോക്സി ബെൻസോയിറ്റീസ് ഡാഷ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. താഴെ പ്രിസർവേറ്റീവ് ഉണ്ട്, ലെവനിങ് ഏജന്റ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റണം, പറയാൻ പറ്റണം ഇതൊരു പ്രിസർവേറ്റീവ് ആണെന്നുള്ളത്. അപ്പൊ ആ പേരുകൾ, ടേംസ് എല്ലാം ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് കേട്ട് കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ് ആണെന്ന് മനസ്സിലാവണം. ഓക്കെ, ഇനി അടുത്തത് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ഇനി നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് എന്തിനൊക്കെ യൂസ് ചെയ്യും. അപ്പൊ സോഡിയം ബെൻസോയേറ്റ് എന്തിനാണ്? സോഫ്റ്റ് ഡ്രിങ്ക്സിലും അസിഡിക് ഫുഡ്സിലും. അപ്പൊ ഈ അതായത് അസിഡിക് ഫുഡ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ ഈ സോഡിയം ബെൻസോയേറ്റ് യൂസ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വീട്ടിലിപ്പോ നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കട്ടെ, നമ്മൾ അന്നത്തെ ദിവസം എടുത്തില്ല, അടുത്ത ദിവസം എടുത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ പതഞ്ഞു വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു അസിഡിഫിക്കേഷൻ നടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഫെർമെന്റേഷൻ പോലത്തെ പ്രോസസ്സ് നടന്നുകൊണ്ടാണ്. അപ്പം ഇത് തടയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ബോട്ടിൽഡ് ഡ്രിങ്ക്സിന്റെ ഒക്കെ ആ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സോഡിയം ബെൻസോയേറ്റ്. പിന്നെ സോഡിയം ആൻഡ് കാൽഷ്യം പ്രൊപ്യോണേറ്റ്സ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്ക്, ബ്രെഡ് ഇതിനകത്തൊക്കെ മോൾഡ് ഇൻഹിബിറ്റർ, അതായത് കേക്കും ബ്രെഡിലൊക്കെ അറിയാറില്ല, ഇതിനകത്തൊക്കെ ഈ ജലാംശം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ മോൾഡ് അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കുക. അപ്പൊ ഈ പൂപ്പല് വരുന്നത് തടയാനായിട്ട് ആഡ് ചെയ്യുന്നതാണ് സോഡിയം ആൻഡ് കാൽഷ്യം പ്രൊപ്യോണേറ്റ്സ്. ഇനി പുറത്ത് പോയിട്ട് നമ്മൾ ഇപ്പൊ എന്താ ഏഷ്യൻ കേക്ക്സ് അങ്ങനത്തെ അല്ലെങ്കിൽ ഈ ബ്രാൻഡുകളുടെയൊക്കെ കേക്കുകളൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ ബാക്കിലൊന്ന് നോക്കണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഓക്കെ, സോർബിക് ആസിഡ്. സോർബിക് ആസിഡ് എന്താണ്? ചീസ് ആൻഡ് ക്യാൻഡ് ഫുഡ്സ് ടു കൺട്രോൾ മോൾഡ്. അതായത് നമ്മൾ ഈ ക്യാൻഡ് ഫുഡിലും മോൾഡ് വരാം അല്ലെ, ചിലപ്പോൾ ഇത് പൊട്ടിക്കുന്ന സമയത്ത് മുകളിൽ ഒരു പൂപ്പലിന്റെ ലെയർ പോലെ കാണാൻ പറ്റും. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സോർബിക് ആസിഡ് യൂസ് ചെയ്യും. കോമ്പൗണ്ട് ഓഫ് ക്ലോറിൻ എന്തിനാണ്? ജെർമിസൈഡൽ വാഷ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതായത് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കോമ്പൗണ്ട് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. പിന്നെ എത്തിലീൻ ഓക്സൈഡ് ആൻഡ് ഈഥൈൽ ഫോർമേറ്റ്. ഓക്കെ, കൺട്രോൾ മൈക്രോ ഓർഗാനിസം ഓൺ സ്പൈസസ്, നട്ട്സ് ആൻഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ് കേട്ടോ. ഇപ്പൊ ഈ എത്തിലീൻ ഓക്സൈഡ് അല്ല, എത്തിലീൻ അബ്സോർബേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് താഴെ പറയുന്നത് ഏതാണ് യൂസ് ചെയ്യുന്നത്? അതായത് എത്തിലീൻ അബ്സോർബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാര്യം ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്താണ് അതിനകത്ത് ഫോം ചെയ്യുന്ന ഗ്യാസ് ആണ് എത്തിലീൻ. അപ്പം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പഴുക്കില്ലല്ലോ. അപ്പൊ ഈ എത്തിലീൻ ഓക്സൈഡും ഈഥൈൽ ഫോർമേറ്റും ഒക്കെ എന്തിനാണ്? കൺട്രോൾ മൈക്രോ ഓർഗാനിസംസ് ഓൺ സ്പൈസസ്, നട്ട്സ് ആൻഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പൊ സോഡിയം ബെൻസോയേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അസിഡിക് ഫുഡ്സ്, പിന്നെ സോഡിയം ആൻഡ് കാൽഷ്യം പെർപ്പണേറ്റ് as a mold inhibitor, sorbic acid in cheese and canned food, compound of chlorine as a germicidal wash, ethylene oxide and ethyl formate for the control of microorganisms on spices, nuts and dried fruits. തീർന്നില്ല, ഒന്നുകൂടെ ഉണ്ട്. സൾഫർ ഡയോക്സൈഡ് ഇതാണ് കൺട്രോൾ ബ്രൗണിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ. നമുക്കറിയാം ഇപ്പൊ ആപ്പിൾ കട്ട് ചെയ്ത് കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളർ വരും. പൊട്ടറ്റോ കട്ട് ചെയ്ത് കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും വരുന്നില്ലെങ്കിലും മിക്കതിനും അറിയാം. നമുക്കിങ്ങനെ മുറിച്ചിങ്ങനെ വെച്ചിട്ട് അത് അടുത്ത ദിവസം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കട്ട് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് ആയിരിക്കത്തില്ല അല്ലെ. അപ്പം അവിടെ ബ്രൗണിങ് നടക്കും. ഈ ബ്രൗണിങ് തടയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് പ്രിസർവേറ്റീവ്സിൽ വരുന്നത്. ഇനി അടുത്തത് ഫുഡ് കളേഴ്സ്. ഫുഡ് കളേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു ഈ 100 മുതൽ 199 വരെ റെപ്രസെന്റ് ചെയ്യുന്ന ഫുഡ് കളേഴ്സ്. അപ്പൊ ഇവിടെ കുറച്ച് നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഉണ്ട് അല്ലെ. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എവിടെ നിർത്തിയാണ് അല്ലെ. കാരമൽ, കാരമൽ ഈ 150. കാരമൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടറും പിന്നെ എന്താണ് ഷുഗറും കൂടി മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ടുണ്ടാക്കുന്ന സാധനമാണ് കാരമൽ ഒക്കെ. അപ്പൊ അതിന്റെ കളർ അതെന്താണ്? ഈ 150. ബീറ്റാ കരോട്ടിൻ ഈ 168. ഓക്കെ, അപ്പൊ ഈ കളർഫുഡ് ആ കോഡ് കൂടെ ഒന്ന് നോക്കണം കേട്ടോ. നമുക്ക് ടൈം ഉണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചു പോവാം. ക്ലോറോഫിൽ ഈ 140. അപ്പൊ ഇതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ഷൻ, ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് ഓക്കെ അങ്ങനെ അങ്ങ് പഠിച്ചു പോകണം. ഈ 140. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയുക, നമ്മളിപ്പോ ക്യാരറ്റ് കാണുമ്പോൾ ഈ 160, അല്ലെങ്കിൽ ഒരു പച്ച ഇത് കാണുമ്പോൾ ഈ 140. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഡെയിലി ലൈഫുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ ഒന്ന് കുറച്ച് ആലോചിക്കുക അല്ലെ.
പിന്നെ റൈബോഫ്ലേവിൻ E101, അന്നാട്ടോ E160B, സാഫ്രോൺ E164, കുർക്കുമിൻ E100. അല്ലെ, അപ്പൊ സാഫ്രോൺ നമുക്കറിയാം നമ്മുടെ കുങ്കുമപ്പൂവിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. കുർക്കുമിൻ എന്താണ്? കുർക്കുമിൻ എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മഞ്ഞളിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ E100, അപ്പൊ ഈ ഒരു അടുത്ത് ഇപ്പൊ E100 എന്ന് പറയുമ്പോൾ അല്ലേ, അത് വേണമെങ്കിൽ ചോദിക്കാം. കാര്യം E100 ആണ്, അപ്പൊ അത് ഏത് കളറാണ്? ഇത് കുർക്കുമിനാണ്. E101 അടുത്ത കളർ ഏതാണ്? റൈബോഫ്ലേവിൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഈ 199 ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ നാച്ചുറൽ ഫുഡ് കളേഴ്സ് നാച്ചുറൽ സോഴ്സസിൽ നിന്ന് എടുക്കുന്ന കളേഴ്സ് ആണ്. കാരമൽ E150, ബീറ്റാ കരോട്ടിൻ E160A, അന്നാട്ടോ E160B. ഓക്കെ, അത് രണ്ടും അടുത്ത് കിടക്കണം. ബീറ്റാ കരോട്ടിൻ 160Aയും അന്നാട്ടോ 160B. തിരിഞ്ഞു പോകരുത് കേട്ടോ. ബീറ്റാ കരോട്ടിന്റെ ബി എടുത്ത് വിട്ട് കളയരുത്. ബീറ്റാ കരോട്ടിൻ 160A ആണ്, അന്നാട്ടോ E160B ആണ്, ക്ലോറോഫിൽ E140, റൈബോഫ്ലേവിൻ E101, കുർക്കുമിൻ E100, സാഫ്രോൺ E164. ഓക്കെ, അടുത്തത് സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ആണ്. അതാണ് പോൺസ്യൂ E124, കാർമോസിൻ E122, എർത്രോസിൻ E127, സൺസെറ്റ് യെല്ലോ E132, ബ്രില്യൻ ബ്ലൂ E133, ഫാസ്റ്റ് ഗ്രീൻ FCF E143. അപ്പം ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആരുടെയൊക്കെ വീടുകളിലുണ്ടെങ്കിൽ ഈ കളേഴ്സ് ഒക്കെ ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഇവരൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കളറുകൾ വാങ്ങാം. അപ്പം ഇതൊക്കെ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ആണ്. പോൺസ്യൂ E124, കാർമോസിൻ E122, എർത്രോസിൻ E127, സൺസെറ്റ് യെല്ലോ E132, ബ്രില്യൻ ബ്ലൂ FCF E133, ഫാസ്റ്റ് ഗ്രീൻ FCF E143. അപ്പൊ ഇതൊക്കെ എന്താണ്? സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ആണ്. അടുത്തത് അസിഡിറ്റി റെഗുലേറ്റേഴ്സ്. അസിഡിറ്റി റെഗുലേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് അസിഡിറ്റിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കാനോ കൂട്ടാനോ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അസിഡിറ്റി റെഗുലേറ്റേഴ്സ്. അപ്പം ദീസ് ഇൻക്ലൂഡ് ആസിഡ്സ്, ബേസസ്, സോൾട്ട് എക്സെട്ര. ആസിഡ്സ് വരാം, ബേസസ് വരാം, സോൾട്ടുകൾ വരാം. എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മുടെ വിനാഗിരി നമ്മളിപ്പം അച്ചാറിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ്, അപ്പൊ അസിഡിറ്റിക് ആണ്. അതുപോലെ പ്രിസർവേറ്റീവ് ആയിട്ടും ബെൻസോയിക് ആസിഡ് ഉണ്ട്, പ്രൊപ്പിയോണിക് ആസിഡ് ഉണ്ട്, സോർബിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അസിഡുലൻസ് എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾക്ക് ഒരു ഷുഗർ അല്ലെങ്കിൽ ഒരു പുളിപ്പ് ഇമ്പാക്ട് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന സാധനമാണ് അസിഡുലൻസ്. അപ്പം ദീസ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ഗീവ് എ ടാർ, സവർ ഓർ അസിഡിക് ഫ്ലേവർ, അല്ലെങ്കിൽ ഒരു പുളിപ്പ് രസം അല്ലെങ്കിൽ ഒരു അസിഡിക് ഫ്ലേവർ ടു ഫുഡ്സ് ഓർ എൻഹാൻസ് ദ പെർസീവ്ഡ് സ്വീറ്റ്നെസ് ഓഫ് ഫുഡ്സ്. അപ്പൊ അതിന്റെ ആ ഒരു മധുരത്തിനൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അസിഡുലൻസ്. അതിന് എക്സാമ്പിൾ ആണ് 3 ആസിഡ്സ് ആണ് അല്ലെ, സിട്രിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, മാലിക് ആസിഡ്. അപ്പം അസിഡിറ്റി റെഗുലേറ്റേഴ്സിന് വരുന്നതാണ് അസറ്റിക് ആസിഡും, സോർബിക് ആസിഡും, പ്രൊപ്പിയോണിക് ആസിഡും, ബെൻസോയിക് ആസിഡും. അതും ആസിഡ്സ് ആണ്. അസിഡുലൻസിന് വരുന്നതാണ് സിട്രിക്, ടാറ്റാറിക്, മാലിക് ആസിഡ് അല്ലെ, കുറച്ചുകൂടെ നാച്ചുറലി ഉള്ളതാണ് അല്ലെ. സിട്രിക് ആസിഡ് നമ്മുടെ ലെമണിലുള്ളത്, ടാറ്റാറിക് ആസിഡ് പുളിയിലുള്ളത്, മാലിക് ആസിഡ് ആപ്പിളിലുള്ളത്. These can also act as leavening agents or emulsifiers in some kinds of processed foods. അപ്പം ഈ അസിഡുലൻസിന് എന്തിനാണ്? ലെവനിങ് ഏജൻസ് അല്ലെ, ഇങ്ങനെ വിട്ടുവരാം, പിടിക്കാതെ വിട്ടുവരുന്ന ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, എമൾസിഫയേഴ്സ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് എന്താണ്? നമ്മുടെ ഫാറ്റിന്റെ ഒക്കെ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എന്താ പറയുന്നത്, എണ്ണ കാറുക എന്ന് പറയും, അതായത് റാൻസിഡിറ്റി എന്ന് പറയും. അപ്പം ഈ ഓയിലൊക്കെ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്താണ് ആ ഒരു റാൻസിഡ് ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു കാറൽ ഉണ്ടാകുന്നത്. അപ്പം അത് തടയാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ആന്റി ഓക്സിഡൻസ്. ഓക്കെ, if these antioxidants are not added, then foods like potato chips, breakfast cereal, salted nut, fat-containing dehydrated foods, crackers, etc. could not be stored for any length of time without developing rancidity. അല്ലെ, നമ്മളിപ്പം ചില കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ പാക്കറ്റിലുള്ള അല്ലെങ്കിൽ ലോക്കലി മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കും, പറയും കൊള്ളത്തില്ല, ഫുള്ള് കാടച്ചാണ്. ഇത് അവരുടെ കുറ്റമല്ല. എന്താണ് ഇത്? അതിനകത്തുള്ള ഓയില് ഓക്സിഡേഷൻ നടന്നുണ്ടാകുന്ന കാറിലാണ് അല്ലെ. നേരെ മറിച്ച് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ലേസ് അല്ലെങ്കിൽ എന്താ പറയാ കുർക്കുറെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബിങ്കോ, അതൊക്കെ അകത്ത് എന്താണ്, അതൊക്കെ കുറെ നാള് ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 10 മാസം ഒക്കെ ഇരുന്നാൽ അതിനകത്ത് അവർ കാറിൽ വരില്ല. എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇവര് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്തുള്ള ഓയിൽസിന് എന്ത് ചെയ്യും? ആ ഒരു റാൻസിഡിറ്റി ഡെവലപ്പ് ചെയ്യത്തില്ല. അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കാണ് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ഫോട്ടോയിൽ BHA അല്ലെ, അത് 0.02%. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ. അപ്പൊ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോളും ഉണ്ട്, ടൊളുവിനും ഉണ്ട് അല്ലെ. BHA, അനിസോൾ, T എന്നാണ് ടൊളുവിൻ.
പ്രൊപ്പൈൽ ഗാലേറ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ പാക്കറ്റ് ഫുഡിൽ കാണുമ്പോൾ നോക്കിക്കോണം, ഇതൊക്കെ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് ഒരു ലേസിന്റെ പാക്കറ്റ് എടുത്തിട്ട് നോക്കണം അതിന്റെ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ അസ്കോർബിക് ആസിഡ്, ലെസിത്തിൻ, സ്റ്റാനസ് ക്ലോറൈഡ് അല്ലെ. അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി ഒരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് നമുക്കറിയാം, വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് എന്നറിയാം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അസ്കോർബിക് ആസിഡ്, ലെസിത്തിൻ, സ്റ്റാനസ് ക്ലോറൈഡ്, ടോക്കോഫറോൾസ് ഇതാണ് വൈറ്റമിൻ ഇ അല്ലെ. ടാർട്ടാറിക് ആസിഡ്, അപ്പൊ ടാർട്ടാറിക് ആസിഡ് നമ്മൾ നേരത്തെ അവിടെ അസിഡുലന്റ് ആയിട്ട് കണ്ടിരുന്നു, അത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അസ്കോർബിക് ആസിഡ്, ലെസിത്തിൻ, സ്റ്റാനസ് ക്ലോറൈഡ്, ടോക്കോഫറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ, ടാർട്ടാറിക് ആസിഡ്, BHA ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ, പ്രൊപ്പൈൽ ഗാലറ്റ്, ഇതൊക്കെ എന്താണ്? ആന്റി ഓക്സിഡന്റിന്റെ വിഭാഗത്തിൽ വരുന്ന സാധനങ്ങളാണ്. നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കണ്ടോ, പ്രിസർവ്ഡ് വിത്ത് അനിമൽ ഫാറ്റ് ഉണ്ട് അല്ലെ, കോൺ സിറപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അനിമൽ ഫാറ്റ് ഉണ്ട്. അപ്പൊ ഈ അനിമൽ ഫാറ്റിനെ എങ്ങനെ പ്രിസർവ്ഡ് വിത്ത് BHA അതായത് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോള് വെച്ചിട്ട് അത് പ്രിസർവ്ഡ് ആണ്, പേടിക്കേണ്ട, ധൈര്യമായിട്ട് കഴിച്ചോളാനാണ് പറയുന്നത്. ഓക്കെ. പൊട്ടാസ്യം സോർബേറ്റ് കണ്ടോ, പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടാസ്യം സോർബേറ്റ്. പിന്നെന്താണ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തേക്കുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ആന്റി കേക്കിംഗ് ഏജന്റ്സ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആന്റി കേക്കിംഗ് ഏജന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് അതിന് കട്ട കെട്ടും. ഒന്നും വേണ്ട, ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പൊടിച്ച്, ചിലപ്പോ ഈ ഹെൽത്ത് മിക്സ് എന്നൊക്കെ പറഞ്ഞ ധാന്യങ്ങളൊക്കെ നമ്മൾ പൊടിച്ച് സൂക്ഷിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിന് കട്ട കെട്ടും അല്ലെ. അത് കട്ട കെട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന്റെ ആ കോമ്പൗണ്ട്സ് എന്തെങ്കിലും ഇപ്പൊ ഈർപ്പോട്ടൊക്കെ കോൺടാക്ട് വരുന്ന സമയത്ത് കട്ട കെട്ടി നാശമായി പോകും. നേരെ മറിച്ചിനകത്ത് നമ്മൾ ഈ ആന്റി കേക്കിംഗ് ഏജന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ട കെട്ടാണ്ട് അതിങ്ങനെ പൗഡർ ആയിട്ട് ഇരിക്കും. അപ്പം ദീസ് ആർ അൺഹൈഡ്രസ് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ആഡഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. അൺഹൈഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളത്തിനെ, ഈർപ്പത്തിനെ വലിച്ചെടുക്കും. ടു ഡ്രൈ ഫുഡ്സ് ടു പ്രിവെന്റ് പാർട്ടിക്കിൾസ് ഫ്രം കേക്കിംഗ് ടു, അതായത് ഈ ഫുഡിനെ നമ്മൾ ഡ്രൈ ഔട്ട് ചെയ്ത് പാർട്ടിക്കിൾസ് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം ചില മിഠായികളൊക്കെ നമ്മളിങ്ങനെ മേടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. കുറച്ച് നാളെ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ പശപ്പ് പോലെ അല്ലെ. പകരം എന്ത് ചെയ്യും, ഈ സാധനത്തിൽ കോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കും. അതിന് പുറത്തൊരു വെള്ള പൗഡർ പോലെ ഉണ്ടായിരിക്കും. ആൻഡ് ടു എൻഷുർ ദ പ്രോഡക്റ്റ് റിമെയിൻസ് ഡ്രൈ ആൻഡ് ഫ്രീ ഫ്ലോയിങ്. അപ്പൊ ഇത് ഡ്രൈ ആയിട്ടും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഈ ആന്റി കേക്കിംഗ് ഏജന്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് മാനിറ്റോൾ, ചൂയിങ്കം. എന്താണ് ചൂയിങ്കം എന്നൊക്കെ പറയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതിന്റെ മാനിറ്റോൾ ചേർക്കും. കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, അത് ഒണിയൻ ആൻഡ് ഗാർലിക് സോൾട്ട് അല്ലെങ്കിൽ പൗഡേഴ്സ്, ഒണിയൻ ആൻഡ് ഗാർലിക് പൗഡേഴ്സ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ആന്റി കേക്ക്, അപ്പൊ പലതിലും പല സാധനങ്ങളാണ് ആന്റി കേക്കിംഗ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സ്റ്റിയറേറ്റ് ഏതിൽ ആഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒണിയൻ ആൻഡ് ഗാർലിക് സോൾട്ട് ഓർ പൗഡേഴ്സ്. പിന്നെ ടാൽക്ക് എന്താണ്? ടാൽക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ടു റെൻഡർ ദം ഫ്രീ ഫ്ലോയിങ്. അതായത് സപ്ലിമെന്റ്സ് ഒക്കെ നമുക്കറിയാം കുറെ നാൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇത് ഇവര് പാക്ക് ചെയ്ത് വിടുന്ന സമയത്ത് ടാൽക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും വിടുന്നത് അല്ലെ. പിന്നെ കാൽഷ്യം കാർബണേറ്റ് എന്താണ്? ഹാർഡ് കാൻഡീസ് ടു പ്രിവെന്റ് സ്റ്റിക്കിംഗ്. അതായത് ഹാർഡ് കാൻഡീസ് ഒക്കെ, അതായത് നമ്മുടെ ഈ ഷുഗർ കാൻഡീസ് ഒക്കെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ആഡ് ചെയ്യുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. പിന്നെ ട്രൈ ബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ്, അതെന്തിനാണ്? ടേബിൾ സോൾട്ടില്, പൗഡേർഡ് ഷുഗറില്, മാൾട്ടഡ് മിൽക്ക് പൗഡറിൽ ഒക്കെ ആഡ് ചെയ്യും. ട്രൈ ബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ആഡ് ചെയ്യും. ഓക്കെ. കാൽഷ്യം കാർബണേറ്റ് എന്താണ്? ഹാർഡ് കാൻഡീസ് ടു പ്രിവെന്റ് സ്റ്റിക്കിംഗ്. ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ഇൻ ടേബിൾ സോൾട്ട്, പൗഡേർഡ് ഷുഗർ ആൻഡ് മാൾട്ടഡ് മിൽക്ക് പൗഡർ. അപ്പൊ നമുക്കറിയാം മിൽക്ക് പൗഡർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പശപ്പ് പോലെ ഉണ്ടായിരിക്കും. അപ്പം അതിങ്ങനെ വേഗം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം അതിനകത്ത് ആന്റി കേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ മാനിറ്റോൾ ഇൻ ചൂയിങ്കം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സ്റ്റിയറേറ്റ് ഇൻ ഒണിയൻ ആൻഡ് ഗാർലിക് സോൾട്ട് ഓഫ് പൗഡേഴ്സ്. അപ്പൊ നമുക്ക് സ്റ്റിയറേറ്റ് എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ടിയേഴ്സ് അല്ലെ, കണ്ണീന്ന് വെള്ളം വരും. എന്താണ്? ഒണിയൻ. അതിലൂടെ ഒരു ഗാർലിക് കൂടെ ആലോചിച്ച് വെച്ചേക്കണം. അപ്പം കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, ഒണിയൻ ആൻഡ് ഗാർലിക് സോൾട്ട് ഓഫ് പൗഡേഴ്സ്. ടാൽക്കിൽ എന്താണ്? ടാൽക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ടു റെൻഡർ ദം ഫ്രീ ഫ്ലോയിങ് അല്ലെ. നമ്മുടെ വൈറ്റമിൻ സപ്ലിമെന്റ്സിനെ പൊളിച്ച് സുന്ദര മുട്ടന്മാരാക്കി പൗഡർ ഇട്ട് കൊടുത്തു വിടും. അപ്പൊ ടാൽക്ക് എന്ന് പറയുമ്പോൾ ടാൽക്ക് പൗഡറിലൊക്കെ ഉള്ള സബ്സ്റ്റൻസ് ആണല്ലോ. അപ്പം വൈറ്റമിൻ സപ്ലിമെന്റ്സ്. കാൽഷ്യം കാർബണേറ്റ് ഇൻ ഹാർഡ് കാൻഡീസ്. ഓക്കെ. പിന്നെ ടു പ്രിവെന്റ് സ്റ്റിക്കിംഗ്, ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ്, ടേബിൾ സോൾട്ട്, പൗഡേർഡ് ഷുഗർ, മാൾട്ടഡ് മിൽക്ക് പൗഡർ. ഓക്കെ. അപ്പൊ അത് ഓർത്തു വെക്കുക. ഇനി അടുത്ത സിലിക്ക ജെൽ ആൻഡ് സ്റ്റാർച്ച്, എന്തിനാണ്? യൂസ്ഡ് ആസ് ഡെസിക്കൻസ്. ഓക്കെ. നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോട്ടനട്ട് എന്നൊക്കെ പറയത്തില്ല, അതായത് ഈർപ്പം വലിച്ചെടുത്ത് തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സിലിക്ക ജെൽ ആൻഡ് സ്റ്റാർച്ച്. പിന്നെ കാൽഷ്യം സിലിക്കേറ്റ് E552 എന്താണ്? ടേബിൾ സോൾട്ടിൽ യൂസ് ചെയ്യുന്നതാണ് കാൽഷ്യം സിലിക്കേറ്റ് E552. പിന്നെ സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്
554 അത് മിൽക്ക് പൗഡറിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഈ ടേബിൾ സോൾട്ടിൽ യൂസ് ചെയ്യുന്നത് ഈ 552 ആണ് അല്ലെ. 552 നമ്മൾ എന്താണ്, നമ്മൾ മറ്റേ ഇതെന്ന് പഠിച്ചിരുന്നു, ആന്റി കേക്കിംഗ് ഏജൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പം 552 എന്താണ്, ടേബിൾ സോൾട്ടിൽ യൂസ് ചെയ്യുന്നു. 554 മിൽക്ക് പൗഡറിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്തത് ആന്റി ഫോമിംഗ് ഏജൻസ്. എന്താണ് ആന്റി ഫോമിംഗ് ഏജൻസ്? നമ്മൾ ചില പ്രത്യേകിച്ച് ഫ്രൂട്ട് ജ്യൂസുകള് അതൊക്കെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും അല്ലെ. ഇപ്പം സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയും, നമ്മുടെ വീടുകളൊക്കെ എന്താ പറയാ, ഫ്രൂട്ട് ജ്യൂസ് നമ്മളിപ്പോ ഈ പൈനാപ്പിൾ ഒക്കെ ജാം ഒക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ട വേണ്ട നമ്മൾ ശർക്കരയൊക്കെ വീട്ടിൽ ചൂടാക്കുന്ന സമയത്ത് എന്താണ് അതിങ്ങനെ പതഞ്ഞു അല്ലെ. അപ്പം ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്കെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുമ്പോഴത്തേക്ക് എന്താണ് അത് മാറ്റാനായിട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കണം. അപ്പം ഇത് ഫ്രൂട്ട്സിന്റെ കേസിൽ ഇതിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് പതഞ്ഞു വരും. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആന്റി ഫോമിംഗ് ഏജൻസ്, അതായത് പത തടയാനായിട്ടുള്ളത്. Silicons, that is dimethyl polysilicon, are used as anti-foaming agents in boiling syrup and jellies. അതായത് നമ്മളിപ്പോ ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ സിറപ്പ് അതുപോലെ ജെല്ലീസിനൊക്കെ വേണ്ടി നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ആ പത തടയാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഡൈമെഥൈൽ പോളിസിലിക്കോൺ അല്ലെങ്കിൽ സിലിക്കോൺ എന്ന് പറയും. ഓക്കെ. പിന്നെ ഫെർമെന്റേഷൻ ഓഫ് വൈൻ, നമുക്കറിയാം വൈനൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പതഞ്ഞു വരും. അപ്പം ഈ സിലിക്കോൺ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൈമീഥൈൽ പോളി സിലിക്കോൺ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരില്ല. ഓർ ബോട്ട്ലിംഗ് ഓഫ് ഫ്രൂട്ട് ജ്യൂസസ് ആൻഡ് ബെവറേജസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പതഞ്ഞു വരും അല്ലെ. അപ്പൊ എന്താണ് അതാണ് അസിഡിറ്റി പോലത്തെ ഒരു സംഭവം ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഇപ്പൊ ബിവറേജസിലും ഫ്രൂട്ട് ജ്യൂസിലും ഒക്കെ ബോട്ട്ലിംഗിന്റെ സമയത്ത് സിലിക്കോൺസ് ആഡ് ചെയ്യും ആസ് ആന്റി ഫോമിംഗ് ഏജൻസ്. ആൻഡ് അസറ്റൈൽ ആൽക്കഹോൾ ഇൻ ഫെർമെന്റേഷൻ ഇൻഡസ്ട്രി, നമ്മുടെ ഫെർമെന്റേഷൻ ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് നമ്മളിപ്പോ ഈ ബിയറിന്റെ ഒക്കെ മാനുഫാക്ചറിങ് പോലെ സംഭവങ്ങൾ അതിലൊക്കെ ഫുഡിന്റെ ഒക്കെ ഫെർമെന്റേഷൻ ഇൻഡസ്ട്രീസിലൊക്കെ അസറ്റൈൽ ആൽക്കഹോൾ ഒക്കെ നമ്മൾ ആന്റി ഫോമിംഗ് ഏജൻസ് ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ. അടുത്തത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്. അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പം നമ്മുടെ ഷുഗറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സ്വീറ്റ്നസ്, അതായത് ഇപ്പൊ ഈ സാക്കറിൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അസ്പാർട്ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറിന് റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്വീറ്റ്നേഴ്സ് ആണ്. അപ്പൊ 2 ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്, ന്യൂട്രിറ്റീവും ഉണ്ട്, നോൺ ന്യൂട്രിറ്റീവും ഉണ്ട്. ഓക്കെ. ന്യൂട്രിറ്റീവിൽ വരുന്നതാണ് സോർബിറ്റോള്, മാനിറ്റോൾ. അപ്പൊ അതിനകത്ത് ന്യൂട്രിറ്റീവ് എലിമെന്റ്സ് ഉണ്ടായിരിക്കും. നോൺ ന്യൂട്രിറ്റീവ് എന്ന് പറയുമ്പോൾ മധുരം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കലോറീസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് അസ്പാർട്ടൈം. അസ്പാർട്ടൈം എന്ന് പറയുമ്പോൾ ഫ്രൂട്ടി ഫ്ലേവേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് അസ്പാർട്ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ന്യൂട്രിറ്റീവിന് എക്സാമ്പിൾ സോർബിറ്റോളും മാനിറ്റോളും, നോൺ ന്യൂട്രിറ്റീവ് എക്സാമ്പിൾ ആണ് അസ്പാർട്ടൈം അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലേവർ. ഓക്കെ. അസ്പാർട്ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റർ ആണ്. ഇത് നമ്മുടെ സൂക്രോസ്, എന്താണ് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഷുഗറിനേക്കാളും 200 ടൈംസ് സ്വീറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് അസ്പാർട്ടൈം. ഓക്കെ. And is widely used in various foods and beverages. It is composed of aspartic acid and phenylalanine. അല്ലെ, phenylalanine എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പോസിഷൻ ആണ് ഈ അസ്പാർട്ടൈം എന്ന് പറയുന്നത്. അസ്പാർട്ടിക് ആസിഡും ഫിനൈൽ അലാനിനും. ഓക്കെ. അപ്പൊ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഇതാണ്, 2 ടൈപ്സ് ഉണ്ട്, ന്യൂട്രിറ്റീവും നോൺ ന്യൂട്രിറ്റീവും. അടുത്തത് എൻസൈം ആണ്. എൻസൈംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഡിസൈറബിൾ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എൻസൈംസ്. അപ്പം എൻസൈംസിൽ റെനിനുമായിട്ട് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പം ഈ നമുക്കറിയാം ഈ റെന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയാ അയ വെട്ടുന്നേക്ക് മൃഗങ്ങൾ അല്ലെങ്കിൽ റൂമിനസ് ഹെർബിവോറസിന്റെ അല്ലെങ്കിൽ റൂമിനസ് അനിമൽസിന്റെ ഒക്കെ ആമാശയത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണ് ഈ റെനിൻ എന്ന് പറയുന്നത്. ഓക്കെ. റെന്നറ്റ് എന്നൊക്കെ പറയും, റെന്നറ്റ് എന്ന് എഴുതുമെങ്കിൽ റെന്നെ എന്ന് പറയും. അപ്പൊ ഇത് ഈ ചീസ് മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാനായിട്ട്, അതിങ്ങനെ പാലിങ്ങനെ പിരിക്കാനായിട്ട് കേർഡ്ലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ റെന്നയിൽ കൈമോസിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊരു എൻസൈം ആണ്. ഈ എൻസൈം വന്നിട്ടാണ് ഈ മിൽക്കിനകത്ത് ഇത് ആക്ട് ചെയ്തിട്ട് ആ ഒരു കേർഡ്ലിങ് അല്ലെങ്കിൽ ആ ഒരു പിരിക്കുന്ന പരിപാടി നടക്കുന്നത്. ഓക്കെ. These are enzymes are added to bring about desirable changes. For example, rennet for producing curd and cheese. Papain for tenderizing meat. അല്ലെ, നമ്മൾ വീടുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചിലരെങ്കിലും നമ്മൾ ഈ ചിക്കൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഒരു കഷ്ണം പപ്പായ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് മീറ്റ് ടെൻഡറൈസ് ആവും എന്ന് പറയാം, മീറ്റ് കുറച്ച് സോഫ്റ്റ് ആവും. കാര്യം പപ്പായയില് ഒരു എൻസൈം ഉണ്ട്, പപ്പൈൻ എന്ന് പറയുന്നത്, അത് ഈ മീറ്റിനെ സോഫ്റ്റ് ആക്കുന്ന ഒരു എൻസൈം ആണ്. ലൈക്ക് പെക്ടിനേസ് ഫോർ ക്ലാരിഫൈങ് ബിവറേജ്. ഈ പെക്ടിനേസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന്. പെക്ടിനെ കണ്ടപ്പോ ഈ ഒരു ഏരിയയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് ആലോചിക്കണം, അല്ലെങ്കിൽ ഈ ഏരിയ റിലേറ്റഡ് ആയിട്ട്. പെക്ടിനേസ് ഫോർ ക്ലാരിഫൈങ് ബിവറേജ്, അതായത് നമ്മൾ ഈ നമുക്ക് ജ്യൂസ് ഒക്കെ വീട്ടിലടിച്ച് നോക്കുമ്പോൾ ഒരു ക്ലൗഡിനെസ് ഉണ്ടായിരിക്കും.
ഈ പെക്റ്റിനേസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് പെക്റ്റിനേസ്. അപ്പൊ ഇതൊക്കെ എന്താണ് എൻസൈം ആണ്, അല്ലെങ്കിൽ എൻസൈമാറ്റിക് ആക്ഷൻസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പെപ്സിൻ ഉണ്ട്, പപ്പൈൻ ഉണ്ട്, അമൈലേസ് ഉണ്ട്, പെക്റ്റിനേസ് ഉണ്ട്, റെനിൻ ഉണ്ട്. ഇതൊക്കെ എൻസൈംസിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇനി തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമിറ്റൻസ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. തൽക്കാലം നമ്മുടെ ഫുഡ് അഡിറ്റീവ്സിന്റെ ക്ലാസ്സുകൾ നിർത്താം. അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് അഡിറ്റീവ്സിൽ എന്തൊക്കെ പഠിച്ചു, ഫുഡ് അഡിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഫുഡ് അഡിറ്റീവ്സിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് പറഞ്ഞു, കോഡെക്സ് അലിമെന്റാരീസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള മറ്റേ സയൻസ് കോൺഗ്രസിന്റെ ആ ഒരു സൊസൈറ്റിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഇ കോഡ് എന്താണെന്ന് പറഞ്ഞു, ഇ കോഡിൽ ഏതൊക്കെ വരും എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് അഡിറ്റീവ്സിൽ എത്ര ടൈപ്സ് ഉണ്ട്, അതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ്, പിന്നെന്താ പറയാ, പ്രിസർവേറ്റീവ്സ് പറഞ്ഞു, കളറിംഗ് ഏജന്റ്സ് പറഞ്ഞു, ആന്റി ഓക്സിഡന്റ്സ് പറഞ്ഞു, ആന്റി കേക്കിംഗ് ഏജന്റ്സ് പറഞ്ഞു, പിന്നെ അസിഡിലൻസ് പറഞ്ഞു, അല്ലെങ്കിൽ അസിഡിറ്റി ബാലൻസ് ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യം പറഞ്ഞു, എൻസൈംസ് പറഞ്ഞു. ഇനിയും കുറെ ഉണ്ട്. അത് ബാക്കിയുള്ളത് നമ്മൾ ഇനി അടുത്ത ക്ലാസ് പഠിക്കും. ഓക്കെ, താങ്ക് യു.